2019 എന്തുകൊണ്ട് ഇത് അറിയാതെ പോയി? ഇത്രയും പരസ്യമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടും എന്തുകൊണ്ട് അറിയാതെ പോയി എന്നുള്ളതാണല്ലോ. ശരി, പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇതിനകത്ത് ഈ ചർച്ച കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുവരെ കേരളത്തിലെ ഒറ്റ മാധ്യമവും ചർച്ച ചെയ്യാതെ പോയ ഒരു വിഷയം ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് തന്ത്രിയും മന്ത്രിയും ഒക്കെ ഇക്കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അറിഞ്ഞവർ തന്നെയാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വിമർശനത്തിന് അതീതമായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കേരളത്തിലെ ബാക്കി വകുപ്പുകൾക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജുഡീഷ്യൽ ആയിട്ടുള്ള ഓവർലുക്ക് ദേവസ്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹൈക്കോടതിക്കുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി എല്ലാ വർഷവും, എല്ലാ 3-4 വർഷം കൂടുമ്പോൾ ഒരു സ്പെഷ്യൽ കമ്മീഷണറെ അവിടെ നിയമിക്കുന്നുണ്ടല്ലോ. ശബരിമലയിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്നും അത് നോക്കാനും അത് മനസ്സിലാക്കാനും യഥാസമയം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാനും വേണ്ടി ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറെ ശബരിമലയിൽ പ്രത്യേകമായി നിയമിക്കാറുണ്ട്. ഈ 2019 കാലയളവിൽ അവിടെ ചുമതല ഉണ്ടായിരുന്ന ഈ ജുഡീഷ്യൽ ഓഫീസർ അല്ലെ സ്പെഷ്യൽ കമ്മീഷണർ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇതേവരെ അതിനെപ്പറ്റി ഒരു തർക്കവും ഒരു ആക്ഷേപവും ആരും ഉന്നയിക്കാതിരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പേടിച്ചായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് പ്രസക്തിയില്ല. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായ സമയത്തും കൃത്യമായ അവസരങ്ങളിലും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത സ്പെഷ്യൽ കമ്മീഷണർക്ക് 2025 സെപ്റ്റംബറിൽ അത് സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ കോടതിയെ അറിയിച്ചുകൊണ്ടാണ്. 2019 തട്ടിപ്പ് നടത്തിയ സമയത്ത് സ്പെഷ്യൽ കമ്മീഷണർ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ എപ്രകാരമാണോ ഹൈക്കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചത്, അതേപോലെ തന്നെ അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ ഈ കാരണങ്ങൾ ധരിപ്പിച്ചിരുന്നു എങ്കിൽ ഈ 2025 തട്ടിപ്പ് ഉണ്ടാവുകയില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ജഡ്ജിമെന്റിനകത്ത് 15ാമത്തെ പേജ് നമ്മൾ പരിശോധിക്കുമ്പോൾ എത്ര ഉദാസീനമായിട്ടും ഉത്തരവാദിത്തം ഇല്ലാതെയുമാണ് ദേവസ്വം ബോർഡ് അവരുടെ മിനിറ്റ്സുകളും രേഖകളും കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21/10/2025 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കുകൾ ഇവിടെ ഹാജരാക്കിക്കാൻ SITയോട് നിർദ്ദേശം കൊടുത്തത്. SIT ഹാജരാക്കിയ ആ മിനിറ്റ്സ് ബുക്ക് അനുസരിച്ചുകൊണ്ട് 28/7/2025 വരെയുള്ള മിനിറ്റ്സുകൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഓർക്കണം, 28/7/2025 ഈ വിവാദം ഉണ്ടായത് എന്നാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അന്നേരം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ രണ്ടാമത്തെ കട്ടള അല്ലെങ്കിൽ ദാരുശില്പങ്ങളുടെ അത് കൊണ്ടുപോയ സമയത്തിനെ പറ്റിയുള്ള യാതൊരു കാര്യവും ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലില്ല. എന്തായിരുന്നു ഇതുവരെ പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനൊരു പാവമാണ്, എന്റെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയുമില്ല. ആരായിരുന്നു ഈ മിനിറ്റ്സ് ബുക്ക് കൈകാര്യം ചെയ്യേണ്ടിരുന്ന വ്യക്തി? ആരുടെ ഭാഗത്തെ വീഴ്ച കൊണ്ടാണ്? എന്താണ് പ്രശാന്തിനെ രണ്ടാമതായി പരിഗണിക്കുന്നതിന് തടസ്സമായി നിന്ന ഘടകം? ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം തന്നെയാണ്. അത് രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ തന്നെ ഇതൊന്നും തന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതൊന്നും അംഗീകരിക്കാൻ ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന ആരും തയ്യാറാവത്തില്ല. കാരണം തന്ത്രി ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവ ചടങ്ങുകളിൽ മാത്രമാണ് തന്ത്രി പോകുന്നത്. പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്ന് നട തുറന്നാൽ അന്നൊക്കെ തന്നെ തന്ത്രിയും അവിടെ ഉണ്ട്. അവിടെ ഒരു വർഷക്കാലത്തേക്ക് വരുന്ന മേൽശാന്തിമാരെക്കാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അവിടെ ഭരിക്കാൻ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെക്കാൾ എക്സിക്യൂട്ടീവ് ഓഫീസർമാരെക്കാൾ ഏറ്റവും കൂടുതൽ അവിടെ കാഴ്ചകൾ കാണുകയും അവിടുത്തെ ഓരോ ദിവസവും ഓരോ ചലനങ്ങളും മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് തന്ത്രിയാണ്. പക്ഷെ അവിടെ രാഹുൽ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അനിൽ വിളയിൽ രാഹുൽ ചോദിച്ച ചോദ്യമുണ്ട്. ഈ തന്ത്രി എങ്ങനെ അറിയാനാണ് അവിടെ ഈ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ സ്വർണമായിരുന്നു, അതിനെ ചെമ്പെന്ന് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുള്ള കാര്യം അതെങ്ങനെ തന്ത്രി അറിയാനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഒരിടത്തും തന്ത്രിയെ കുറിച്ച് പറയുന്നുമില്ലല്ലോ. ഹൈക്കോടതിക്ക് പോലും ആ സംശയം ഉണ്ടായിട്ടില്ലല്ലോ എന്ന്. ഇപ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ ഇത്തരത്തിലുള്ള മരാമത്ത് പണികളോ നടക്കുമ്പോഴുള്ള മിനിറ്റ്സിനകത്ത് സ്വാഭാവികമായിട്ടും ഒപ്പിടേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഈ തന്ത്രി എന്ന് പറയുന്നത്. എത്രയോ മിനിറ്റ്സുകളിൽ അദ്ദേഹത്തിന്റെ ഒപ്പുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നമുള്ള കേസുകളുടെ ഒപ്പുകൾ അദ്ദേഹം ഇടാതെ? വേണ്ടതാണോ മഹസറിൽ? എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹം ഒപ്പിട്ടിട്ടുള്ള എത്രയോ മഹസറുകളുണ്ട്. മഹസർ ഇല്ലെന്ന് രാഹുൽ ഈശ്വറിന് പോലും പറയാൻ സാധിക്കത്തില്ല. കണ്ഠരര് രാജീവൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മഹസറുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസിന്റെ അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുവരെ ഉദ്യോഗസ്ഥന്മാരിലേക്കും അല്ലെങ്കിൽ 2 ബോർഡുകളിലേക്കും മാത്രം വിരൽ ചൂണ്ടിയത് അവരുടെ ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. രാഹുൽ, അതിനൊരു കാര്യം എന്ന് പറയാൻ, ഈ മഹസർ എന്ന് പറയുമ്പോൾ 11/3/2019 അന്നാണല്ലോ ഈ വാതിൽ തിരികെ കൊണ്ടുവച്ചത്. ആ മഹസർ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മഹസറിൽ ഈ പഴയ എടുത്തു മാറ്റിയ വാതിലുണ്ടല്ലോ, അതിൽ എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല.
11/3/2019 തയ്യാറാക്കിയ മഹസർ എന്ന് പറഞ്ഞ ഇൻകംപ്ലീറ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞത് അതിൽ തന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടോ എന്നാണ് രാഹുൽ വാദാരിക്കും ചോദിക്കുന്നത്. തന്ത്രി ആ ദിവസം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്ത്രി ആ ദിവസത്തെ അവിടുത്തെ അറ്റൻഡൻസ് ബുക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹാജരോ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഇതിനകത്ത് ഒപ്പിടേണ്ട വ്യക്തി തന്നെയായിരുന്നു. അത് പരിശോധിക്കണം. ചിലപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ഒപ്പിട്ടില്ല, ശരിയാണ്. അദ്ദേഹം അന്നത്തെ ദിവസം ശബരിമലയിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പിന് പ്രസക്തിയില്ല, അദ്ദേഹം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ആ അഴിച്ചു മാറ്റിയ ആ കഥകിൽ എത്രമാത്രം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടില്ല. അന്ന് തന്ത്രി അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് അതിനകത്ത് ഉത്തരവാദിത്തം ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്ത്രിയും മന്ത്രിയും ഒക്കെ ഇതിന്റെ ഒരു പരിധി വരെ ഉത്തരവാദികളാണ്. ഒരു ക്ഷേത്രത്തിന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി തന്നെയാണ് തന്ത്രി. സിവിൽ നിയമപ്രകാരം ഒരു പെർപ്പച്വൽ മൈനർ ആണ് ഡയറ്റി എന്ന് പറഞ്ഞത്. ആ ഡയറ്റിയുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിക്ക് ഇക്കാര്യങ്ങളെ പറ്റി അറിവുണ്ടായില്ല എന്ന് പറയുന്നത് ശരിയായ വസ്തുതയൊന്നുമല്ല. അപ്രകാരം ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ കുടുംബാംഗത്തിനെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ തന്നെയാണ്. താങ്കൾ എത്ര താന്ത്രികം പറഞ്ഞാലും സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്ന താന്ത്രിക സമ്പ്രദായം അനുസരിച്ച് ഒരു പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. 365 ദിവസം ശബരിമല നടന്നിരിക്കുകയാണെങ്കിൽ 365 ദിവസം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ തന്ത്രിമാരായിട്ടിരിക്കുന്ന വ്യക്തികള്. ബാക്കി ക്ഷേത്രങ്ങളിൽ പോകുന്നില്ലല്ലോ. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലല്ല, ഇങ്ങനെ പരസ്യമായിട്ടല്ല എങ്കിൽ പോലും എങ്ങനെയാണ് ഈ ആ വാതിലുണ്ടല്ലോ, യഥാർത്ഥ വാതിൽ, സ്വർണം ക്ലാഡ് ചെയ്ത ആ യഥാർത്ഥ വാതിൽ, അതും വില എത്രയാണ്, അതിന്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ശരി, ഇതിനകത്തൊക്കെയുള്ള ഒരു ദുരൂഹത ഇതിനകത്തൊക്കെ നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്ത്രി എന്ന് പറയുന്ന വ്യക്തിയൊന്നും ദൈവത്തിന് അതീതരൊന്നുമല്ല. തന്ത്രിക്കും ഇക്കാര്യത്തിൽ ഒരു പരിധി വരെ ഉത്തരവാദിത്തമുണ്ട്. തന്ത്രിയും മന്ത്രിയും ഒക്കെ ഈ കേസുകളിൽ പ്രതിസ്ഥാനത്തേക്ക് രാഹുൽ ഒരു കാര്യം കൂടി അല്ല, ഇടയ്ക്ക് എപ്പോഴോ വെച്ച് ഈ യഥാർത്ഥ വാതിൽ, സ്വർണം ക്ലാഡ് ചെയ്ത 2.5 കിലോ സ്വർണം ക്ലാഡ് ചെയ്ത ആ വാതിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിട്ടോ എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 365 ദിവസത്തെ ആ സാമീപ്യമൊക്കെ അവിടെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇദ്ദേഹം പറയുന്നത്. അതായത് ആരും അറിയാതെ കൊടുത്തു വിട്ടോ എന്നാണല്ലോ. അല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്, ഈ പ്രാസമുള്ള പഞ്ച് ഡയലോഗുകൾ അടിച്ചാൽ അത് സത്യമാണോ എന്നില്ല. തന്ത്രിയും മന്ത്രിയും നല്ല പ്രാസമുള്ള ഡയലോഗുകളാണ്, നമ്മളെല്ലാം അറിഞ്ഞിരിക്കാനാണ്. ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ എതിർത്തില്ലല്ലോ, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ എടുത്തില്ലല്ലോ. പറയട്ടെ, അങ്ങ് ശരി, പറയട്ടെ. ഇനി രണ്ട്, ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് 365 ദിവസവും നട തുറക്കില്ല ശബരിമല. അവിടെയാണ് 365 ദിവസം തന്ത്രി അവിടെ ഇല്ല. അതുകൊണ്ട് തന്ത്രിയെ വക്രീകരിക്കാനും തന്ത്രിയെ മോശമാക്കാനും 365 ദിവസം അവിടെ സാമീപ്യം എന്ന് ധ്വനിക്കുന്ന രീതിയിൽ പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഇനി രണ്ട്, തന്ത്രി സ്വർണ്ണപ്പണിക്കാരനാണോ? പോയി സ്വർണത്തിന്റെ എന്തെങ്കിലും അളവോ എക്സ്പെർട്ടീസോ തന്ത്രിക്കുണ്ടോ? പോയ കഥവിൽ തിരിച്ച് എത്ര സ്വർണ്ണം ഉണ്ടെന്ന് അറിയാൻ തന്ത്രിക്ക് കഴിയുമോ? തന്ത്രിയാണോ മഹസർ തയ്യാറാക്കുന്നത്? തന്ത്രിയോ മേൽശാന്തിയോ പൂജാ കാര്യങ്ങളിൽ മാത്രവും ദേവന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. തന്ത്രിക്ക് 11/3/2019 മഹസറിൽ എന്തിനാണ് മേൽശാന്തി ഒപ്പിട്ടിരിക്കുന്നത്? മേൽശാന്തിയുടെ ഒപ്പുണ്ടല്ലോ. എന്തിനാണ്? മേൽശാന്തിക്ക് അതിന് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണോ? ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് വ്യക്തിക്കുമുണ്ട്. നിയമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതും പറയണമെന്നേ. നിയമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിഞ്ഞിരിക്കാനാണ് ലീഗൽ പൊസിഷൻ എന്ന് പറയുന്നത് തന്ത്രി റിച്വലിസ്റ്റിക് ഫാദർ ആണ്. അതായത് തന്ത്രി ആചാര കാര്യങ്ങളിലോ ആത്മീയ കാര്യങ്ങളിലോ റിച്വലിസ്റ്റിക് ആയ റൈറ്റ്സിന്റെ കാര്യങ്ങളിൽ മാത്രം, RIGTS അല്ല, RITS, ഇത്തരം കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് അധികാരവുമുള്ളൂ ഉത്തരവാദിത്വവും ഉള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും തന്ത്രിക്ക് അധികാരവും ഇല്ല ഉത്തരവാദിത്വവും ഇല്ല. അത് ദേവസ്വം ഉദാഹരണം ശ്രീകോവിലിന് ശ്രീകോവിൽ ഒരു ചോർച്ച ഉണ്ടായിരിക്കട്ടെ, ആ ചോർച്ച അടയ്ക്കാൻ പറയാനല്ലേ തന്ത്രിക്ക് പറ്റൂ? ആ ചോർച്ച അടയ്ക്കുന്ന പണിക്കാരന്റെ മികവ് തന്ത്രിക്ക് അളക്കാൻ പറ്റൂ?
ശ്രീകോവിലിൽ ഒരു ചോർച്ചയുണ്ടായി. ആ ചോർച്ച ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത് ലീഗലി ടെനബിളായ പൊസിഷനല്ല. ഈ രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറയാത്ത കാര്യങ്ങൾ ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ ഹൈക്കോടതി പോലും പറയാത്ത വാദങ്ങൾ നിങ്ങൾ എവിടെന്നാ പറയണേ? സിപിഎമ്മിന് ഡിഫൻസ് ഒരുക്കുകയാണ്. അതായത് ഇടതുപക്ഷവുമായി ഒത്തു കളിക്കുകയാണ്. സിപിഎമ്മിന് ഡിഫൻസ് ഒരുക്കുകയാണ്. യഥാർത്ഥത്തിൽ സിപിഎമ്മിന് ഡിഫൻസ് കള്ളം പറയാൻ. അതായത് യഥാർത്ഥത്തിൽ സിപിഎമ്മിന് ഡിഫൻസ് ഒരുക്കുകയാണ്. സിപിഎമ്മിന് വേണ്ടി ഇവർ ഡിഫൻസ് ഒരുക്കുകയാണ്. സിപിഎംകാർ പറയുന്ന വാദഗതി, ഇന്നലെ സഖാവ് അനിൽകുമാർ അടക്കം പറയുന്ന തന്ത്രിയും ഇതിൽ അന്വേഷിക്കണമെന്ന് പറയുന്ന വാദഗതി ഇവർ കൊണ്ടുവരുന്നത് സിപിഎമ്മിന്റെ ബോർഡിന് ഡിഫൻസ് ഒരുക്കുകയാണ്. ശരി, അല്ലല്ല, നിങ്ങളുടെ നിലപാട് തന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അല്ലല്ല, ഇത് മറ്റൊരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ്, അല്ലല്ല, അതിന് ക്ലാരിഫിക്കേഷൻ വേണം. സിപിഎമ്മിന്റെ ഒക്കെ നിലപാട് എന്ന് പറയുമ്പോൾ തന്ത്രിക്കാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നാണ്. അവർ അവിടെ നിന്ന് ഭരണസമിതിയെ മാറ്റി നിർത്തുകയാണ്. നിലപാട് ശരിയാണെന്ന് പറയുന്ന ശ്രീ അനിലിന്റെ നിലപാട് കേരളത്തിലെ ഭക്തർ കാണണം. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട സിപിഎമ്മിനോട് ബന്ധപ്പെട്ട ബോർഡിന് ഡിഫൻസ് ഒരുക്കുന്ന അനിൽകുമാറിന്റെ പ്രസ്താവനകളോട് യോജിക്കുന്ന അഡ്വക്കേറ്റ് അനിലിന്റെ നിലപാട് കേരളം മനസ്സിലാക്കട്ടെ. ആലോചിച്ച് സിപിഎം ആണ് പ്രതിക്കൂട്ടിൽ, ദേവസ്വം ബോർഡാണ് പ്രതിക്കൂട്ടിൽ. നിങ്ങൾ വാവരുടെ വിഷയമൊന്നും ഇവിടെ കൊണ്ടുവരണ്ട. അല്ല രാഹുലെ, വാവരുടെ വിഷയമൊന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഹുൽ നിർത്തോ, അത് മനസ്സിലായി. അല്ല, താങ്കൾ പറഞ്ഞു, താങ്കൾ പറയുന്നത് സിപിഎമ്മിന്റെ അതേ നിലപാട് തന്നെയാണ് ഷാബു പ്രസാദും അനിലും പറയുന്നത് എന്നാണ്. അതിൽ ഷാബുവിന്റെ ഒരു മറുപടി വേണം. കാരണം സിപിഎം പറയുന്നത് തന്ത്രിയുടെ അറിവോടെയാണ് എല്ലാം ചെയ്തത്, അതിൽ ഭരണസമിതിക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ്.